ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 2 നാഴി അരി അളന്നെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മിൽക്ക് മേഡിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അതാണ് എൻ്റെ നാഴി കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എടുത്ത് കാണിച്ചത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ അതിക്കിട്ട് കൊടുത്തുങ്ങാണ്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തുങ്ങാണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഇത് രാവിലെയാണ് കേട്ടോ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിരിക്കുന്നത്. കുറച്ച് ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ടായിന്, അപ്പോൾ ആ അരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. അപ്പം നാളെ രാവിലെയാണ് ഉണ്ണിയപ്പം കൊടുക്കാനുള്ളത്. അപ്പോൾ രാവിലെ തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചങ്ങാണ്ട് രാത്രി കിടക്കുമ്പോൾ അരച്ച് വെച്ചങ്ങാണ്ട് രാവിലെ ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ 2 അരി ഇതേമാതിരി വെള്ളത്തിലിട്ട് വെച്ചു. അപ്പം നമുക്ക് വെള്ളപ്പത്തിന് മാവ് കൂട്ടി വെക്കാം. അപ്പോൾ അരിയൊക്കെ നല്ലോണം കഴുകിയിട്ട് ഞാൻ ഊറ്റി വെച്ചിന്. അപ്പോൾ അതിൻ്റെ പകുതി അരി മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. പകുതി അടുത്ത ട്രിപ്പിൽ നമുക്ക് അരച്ചെടുക്കാം. പിന്നെ നമുക്കിതൊക്കെ ഒരു കയ്യിൽ ചോറ്, നമ്മളെ കഞ്ഞിയെ കുടിക്കണ കയ്യിലുണ്ടല്ലോ, ആ കയ്യിലിന് ഒരു കയ്യിൽ ചോറ് ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തിക്കണം. പിന്നെ ചെറിയ സ്പൂൺ പറഞ്ഞാൽ നന്ന ചെറിയ സ്പൂണാണ്, അതിനൊരു സ്പൂൺ പഞ്ചസാര. വലിയ സ്പൂണൊക്കെ ആണെങ്കിൽ 1/4 ടീസ്പൂൺ പഞ്ചസാര മതി. പിന്നെ നമ്മളെ ഈസ്റ്റ് ഉണ്ടല്ലോ, 10 രൂപേൻ്റെ ഈസ്റ്റ്, ആ ഈസ്റ്റിൻ്റെ മൂടിക്ക് ഒരു മൂടി ഈസ്റ്റ് ഇട്ട് കൊടുത്തിക്കണം. പിന്നെ അരമുറി തേങ്ങൻ്റെ പകുതി അത് ഇട്ട് കൊടുത്തിക്കണം. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കണ്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പം തേങ്ങ ചിരകേണ്ട കാര്യത്തിൽ വളരെ മടിച്ചാണ്. അപ്പം എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്നവർക്ക് അറിയിക്കാരം. അപ്പോൾ ഞാൻ എന്താ പറയുക, പൂണ്ടെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ തന്നെ കുറേ മടിച്ചാളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കമൻറ്റ് വായിക്കുമ്പോൾ അറിയാം, ഞാനിങ്ങനെ ചെയ്യുന്ന രീതി കാണിക്കുമ്പോൾ ഞാനും ഇങ്ങനെ തന്നെയാണ് ചെയ്യലെന്ന് ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ കമൻറ്റ് എഴുതി വിട്ടീനി കേട്ടോ. അപ്പോൾ കമൻറ്റ് ഇങ്ങനെ വായിച്ചുമ്പോൾ ഒരു ആശ്വാസം, ഞാൻ മാത്രമല്ല വേറെ ഉള്ളവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സമാധാനം. അങ്ങനെ വർത്താനത്തിനിടയിൽ 2 ട്രിപ്പ് അരി അരച്ചെടുത്തു. അപ്പം നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഈസ്റ്റ് നമ്മൾ ആ ഫസ്റ്റ് ഇട്ടാൽ തന്നെ മതി കേട്ടോ. അതേപോലെ പഞ്ചസാര 1/4 ടീസ്പൂൺ മതി. അല്ലാതെ പിന്നെ നമ്മൾ അരി അരച്ചല്ല, അതിക്ക് പിന്നെ ഇട്ട് കൊടുത്തിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് അരച്ചെടുത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം റെസിപ്പി ഞാൻ ഇട്ടിക്കണമല്ലോ, അപ്പോൾ അതേമാതിരി തന്നെയാണിത് ഞാൻ അരച്ചെടുത്തത്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റായ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അങ്ങനെ അരക്കലൊക്കെ കഴിഞ്ഞാണ്ട് കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കിച്ചണിൽ നിന്നും പോവുകയാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലെത്തിയപ്പം 6 മണി ആയിക്കണം. അങ്ങനെ ചായയും കടിയും നമ്മൾ ഉണ്ണിയപ്പം ചുടലും 10 മണിയാകുമ്പോഴത്തേനും ഉണ്ണിയപ്പം കൊടുക്കണം. അപ്പോൾ അത് ചുടലും പിന്നെ ചോറും കൂട്ടാനും ഒക്കെ മക്കൾക്ക് ചോറൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതൊക്കെ റെഡി ആവണമല്ലോ. അപ്പം അങ്ങനെ നമ്മളെ മാവൊക്കെ ഒന്ന് എടുത്ത് നോക്കി. അപ്പോൾ ഒന്ന് നല്ലോണം പൊന്തി വന്നിട്ടൊന്ന് താന്ന് പോയിക്കണം കേട്ടോ. അപ്പോൾ അത് വലിയ കാലത്തിലാക്കി വെച്ചിക്കണം ഞാൻ, കാരണം നിറഞ്ഞ് ഒലിച്ചാലും അടിയിക്കാവരുത്. പിന്നെ ആ ക്ലീനിങ് ഉണ്ടല്ലോ, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ടെടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് അടച്ച് വെക്കുക. ഞാൻ അതൊക്കെ അവിടെ മാറ്റി വെച്ചു. അപ്പം നമുക്ക് കറിയായിട്ട് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടല്ലോ, ചിക്കൻ കറിൻ്റെ റെസിപ്പി ഇട്ടീനു. അപ്പോൾ ആ കറിയാണ്. അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കണം. അപ്പോൾ പാലൊക്കെ തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ച്, ഒരടുപ്പത്ത് ഞാൻ കുക്കറിൽ ചോറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല വേവുള്ള അരി കൊണ്ട് ഞാൻ കുക്കറിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് മക്കൾക്ക് കൊണ്ടുപോകാൻ ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ കേബേജ് ഉണ്ടായിനി, അപ്പോൾ അത് അരിഞ്ഞെടുക്കുക വിചാരിച്ച് അങ്ങനെ കേബേജൊക്കെ കഴുകിങ്ങാണ്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിക്കണം. നമുക്ക് ചോപ്പറിൽ ഇട്ടുങ്ങാണ്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചോപ്പറിലാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടല്ലോ, അപ്പോൾ അത് ചോപ്പർക്കാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നമ്മളിങ്ങനെ കയ്യിൽ വെച്ചുങ്ങാണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണേലേറെ സുഖമാണ് ഈ ചോപ്പറിലിട്ട് വലിച്ചുങ്ങാണ്ട്, പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. എന്താണെങ്കിലും എന്ത് പണിയാണെങ്കിലും ഇപ്പോൾ നമുക്കൊക്കെ എളുപ്പത്തിൽ കഴിയണം. അങ്ങനത്തെ പണിയല്ലേ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തുങ്ങാണ്ട് ചോപ്പറിൽ ഇട്ടെടുത്തുങ്ങാണ്ട് നല്ലോണം ഒന്ന് വലിച്ചെടുത്തു. എന്താ പറയുക, കറക്റ്റായി ഉഷാറായിങ്ങാണ്ട് കട്ട് ചെയ്ത് കിട്ടും ഇതിലായാൽ. അപ്പോൾ ഉണ്ടൊക്കെ ഉഷാറായി കിട്ടിയിരിക്കണേ. അപ്പോൾ തേങ്ങയൊന്നും ഇട്ട് കൊടുക്കാതെ വെറും മഞ്ഞപ്പൊടിയും പച്ചമുളകും മാത്രം ഇട്ടുകൊണ്ടിട്ടത് ഞാൻ വേവിച്ചെടുക്കണത്. അപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ. അപ്പോൾ അങ്ങനെ ചട്ടി കടുപ്പത്ത് വെച്ചെടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പം കടവും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് പൊട്ടിച്ചു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കേബേജ് ഇട്ടെടുത്തു. പിന്നെ ഒരു 4 പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തേക്കണം. അപ്പം നമ്മളെ സിമ്പിൾ കേബേജ് തോരനാണല്ലേ. കേബേജ് തോരൻ വെക്കുമ്പോഴേ അധികം മഞ്ഞപ്പൊടി ഇടരുത്. മഞ്ഞപ്പൊടി ഇട്ട ഒരു കുത്തലേക്കാരം. ഞാനൊരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുള്ളൂ. അപ്പം ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ടെടുത്താൽ അധികം മഞ്ഞ കളറാവില്ല, ഒരു എന്താ പറയുക, ഒരു പിസ്ത കളർ ഷെയ്ഡേക്കാരം വരിക. അതൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഞാൻ കണ്ടോ മഞ്ഞപ്പൊടി ഇട്ടെടുത്ത് ഒരു നുള്ള് മഞ്ഞപ്പൊടി ഞാൻ പേരിന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇട്ട് കൊടുത്തുക്കണോ ചോദിച്ചാൽ ഇട്ട് കൊടുത്തുക്കണം, ഇല്ലേ ചോദിച്ചാൽ ഇല്ല, അത്ര മാത്രം കുറച്ച്. അപ്പോൾ നമ്മൾ ചോറൊക്കെ വന്നിക്കണം. ഈ ഉപ്പേരിയും കൂടി ആയിട്ട് വേണം വെള്ളപ്പം ചുട്ടെടുക്കാൻ. പിന്നെ കറി ഓൾറെഡി ഉണ്ടല്ലോ. അങ്ങനെ മാവ് ഇട്ടേക്കുന്ന ദിവസം നമുക്കൊരു സമാധാനമല്ലേ, രാവിലെ നീച്ച് വന്നാൽ എന്താ കടിയെന്ന് ആലോചിക്കണ്ടല്ലോ.
അങ്ങനെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഇനി. അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് അധികം വേവില്ലല്ലോ കേബേജ് ആയതുകൊണ്ട്. അപ്പം നമുക്ക് ഈ കേബേജിൻ്റെ ചട്ടി അപ്പുറത്തെ സ്റ്റൗക്ക് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാം. അപ്പോൾ വെള്ളപ്പത്തിന് ഈ രീതിയിലൊന്ന് മാവ് അരച്ച് വെച്ച് നോക്കണ്ടി. ശരിയായിട്ടില്ല എന്നാരും പറയരുത്, എന്തായാലും ശരിയാവും. നമ്മൾ വെള്ളപ്പത്തിന് മാവ് അരക്കുമ്പോൾ നമ്മൾ ഉഴുന്ന് ദോശ ഉണ്ടല്ലോ, ആ ദോശക്ക് മാവ് അരക്കണ മാതിരി കുറുകിയ മാവാവരുത്, കുറച്ച് ലൂസിലാവണം, എന്നാലേ വെള്ളപ്പം ശരിയാവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചാൽ ഇങ്ങനെ മാവ് ഇങ്ങനെ ചുറ്റി പെട്ടെന്ന് ഇങ്ങനെ കറങ്ങും വേണം. നമ്മൾ ദോശക്ക് മാവാകുമ്പം കുറച്ച് എന്താ പറയുക കുറുകി കൊണ്ടല്ലേ കാരണം, അതേമാതിരി ആവരുത്. നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം, പെട്ടെന്ന് അടച്ച് വെക്കരുത്. ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ അപ്പത്തിൽ ഇങ്ങോട്ട് ഹോൾസ് ഇങ്ങനെ നിറഞ്ഞ് വന്നിട്ട് നമ്മൾ അടച്ച് വെക്കുക. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഗ്യാസിൻ്റെ ചൂട് കുറയുന്നതിനനുസരിച്ച് കൂട്ടി കൊടുക്കുക, കൂടുന്നതിനനുസരിച്ച് കുറച്ച് കൊടുക്കുക, അങ്ങനെ ചെയ്ത് പോരണം കേട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെ കളറും തന്നെ മാറിപ്പോവില്ല. അപ്പോൾ കണ്ടങ്ങനെ ബബിൾസുകൾ ഇങ്ങനെ വന്നിട്ട് വേണം നമ്മൾ അടച്ച് വെക്കാൻ. പിന്നെ അപ്പം തന്നെ നമുക്ക് തുറന്നെടുക്കാം കേട്ടോ. അപ്പോൾ അപ്പം ചട്ടിയിൽ നിന്ന് എടുക്കാൻ ഞാൻ ചട്ടവും കൂടി എടുത്തിട്ടില്ല. അപ്പം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ, ചൂടാണ്. അങ്ങനെ നമ്മളെ പൂ പോലുള്ള വെള്ളപ്പം മുഴുവനായിട്ട് ഞാൻ ചുട്ടെടുത്ത് ഒക്കെ എന്താ പറയുക നല്ല ഉഷാറായി കിട്ടിയിരിക്കണ്. അപ്പം പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടല്ലോ, അപ്പം ഇനി മക്കൾക്ക് ഞാൻ ചായയൊക്കെ കൊടുക്കട്ടെ. ഇതൊക്കെ കോമ്പിനേഷന് ചിക്കൻ കുറുമ അല്ലെങ്കിൽ പച്ചക്കറി കുറുമ, അങ്ങനെ ഈ കുറുമക്കറിയാണ് നമ്മളെ വെള്ളപ്പത്തേക്ക് രസം. അങ്ങനെ എല്ലാവരും ചായയുടെയും കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. ഉണ്ണിയപ്പം ഉണ്ടല്ലോ ചുട്ടെടുക്കാൻ. അപ്പം ഞാൻ മക്കളെ പറഞ്ഞയച്ചിട്ട് വേണം അത് ചുട്ടെടുക്കാൻ. മക്കളൊക്കെ പിന്നെ അത്യാവശ്യം ഓല കാര്യത്തിനൊക്കെ ഓല അയക്കണമല്ലോ, അപ്പോൾ പിന്നെ ചോറൊക്കെ ഒന്ന് പാത്രത്തിലാക്കി വെച്ച് കൊടുത്താൽ മതി. അതൊക്കെ പിന്നെ ഒരു ബാഗിലാക്കിങ്ങാണ്ട് അവരങ്ങനെ പോകും. പിന്നെ അതിൻ്റെയും കാര്യം നോക്കിയാൽ മതിയല്ലോ, അതന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ നോക്കാൻ, രണ്ടാളെ കാര്യം. അപ്പം അങ്ങനെ ഒരാൾക്ക് സ്കൂളിൽ ചോറുണ്ട്, ഓൻ അവിടുത്തെ ചോറ് കഴിക്കൂല, അതുകൊണ്ടാണ് ഞാൻ ഓനും കൂടി പാത്രത്തിലാക്കണത്. എന്തായാലും ഇപ്പം മറ്റോൻ ചോറ് കൊണ്ടുപോകുമല്ലോ, എന്തായാലും ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ഓനും കൂടി കൊടുത്തേക്കും, അല്ലെങ്കിൽ പിന്നെ ചോറുന്നാതെ അവിടെ പട്ടിണി കിടക്കും. പിന്നെ അവിടെ വേദന ഇവിടെ വേദന വയറ് വേദന ഇറങ്ങാണ്ട് ഓരോരോ അസുഖങ്ങളേക്കാരം. അപ്പോൾ പിന്നെ അതിലേറെ നല്ല ചോറ് കൊടുത്തേക്കല്ലേ. അപ്പോൾ ചോറും കാബേജ് തോരനും പിന്നെ ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറി ഉണ്ടല്ലോ, അപ്പോൾ അതിന് 2 പീസ് അതും വെച്ച് കൊടുത്തേക്കണ്. അപ്പം എന്നാൽ അംഗൻവാടിക്ക് ഞാൻ തന്നെ കൊണ്ടുപോകണം. വണ്ടിയില്ല, ആളുമില്ല, ആരും ഇല്ലല്ലേ. മോനുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ നാണിപ്പാക്ക ഉണ്ടാവും, രണ്ടാളും ഇല്ല. അപ്പം ഞാൻ തന്നെ നടന്ന് കൊണ്ടുപോയാക്കണം. അപ്പോൾ ഈ ഉണ്ണിയപ്പൊക്കെ ചുട്ടിട്ട് വേണം ഓലെ കൊണ്ടുപോയാക്കാൻ. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പൊക്കെ കണ്ടോ ഉഷാറായി കിട്ടിയിരിക്കണം. ഇന്നലെ രാത്രി തന്നെ മാവ് അരച്ച് വെച്ചപ്പോൾ ഒന്നും കൂടെ ഉണ്ട് ഉഷാറായിക്കണം. കുറച്ചധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കല്ലേ. അപ്പോൾ 10 മണിക്ക് തന്നെ കൊടുക്കണം, അതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ മാവ് അരച്ച് വെച്ചത്. അപ്പം നമ്മൾ ഓൾറെഡി ഇട്ട റെസിപ്പി ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഉണ്ണിയപ്പം ചുട്ടിട്ട് ശരിയാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി, ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കണ്ടേ. ഞാൻ ഓൾറെഡി ഇട്ട റെസിപ്പി 1 kg അളവിൽ തന്നെയാണ്, ഇതും 1 kg തന്നെയാണ്. 100 ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡറാണ് എനിക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ മുഴുവനായിട്ടും ചുട്ടെടുത്തു. അപ്പോൾ കണ്ട നമ്മളെ ഉണ്ണിയപ്പം സൂപ്പറായി സെറ്റായി കിട്ടിയിരിക്കണം. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചൂടാറിയിട്ട് വേണം ഇനി പാക്ക് ചെയ്യാൻ. അപ്പോൾ കണ്ടോ 100 എണ്ണം എണ്ണി വെച്ചിട്ട് ബാക്കി ബാലൻസ് അത്ര ഉണ്ണിയപ്പുള്ളൂ കേട്ടോ ഇനി നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ നല്ല സോഫ്റ്റും എന്താ പറയുക നല്ല ടേസ്റ്റായ ഉണ്ണിയപ്പം റെഡി ആയിക്കണേ. ഇനി നമ്മളെ മക്കളെയൊക്കെ അംഗൻവാടിക്ക് പറഞ്ഞയക്കണം. അപ്പോൾ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് അവിടെ, അതിനെ കണ്ടുങ്ങാണ്ട് കളിച്ചാണ് രണ്ടാളും. അങ്ങനെ നമ്മളെ വീഡിയോസ് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും.